ബറീഡ് തോട്ട്സ് പുസ്തകം എഴുതി ഞാൻ 27ാമത്തെ വയസ്സിൽ. എനിക്കൊരു ഫീഡ്ബാക്ക് വരുന്നു, ചേട്ടാ കഥകളൊക്കെ അടിപൊളി. ഞാനൊരു കാര്യം ഒബ്സർവ് ചെയ്യായിരുന്നു, ചേട്ടൻ അപ്പനെ കുറിച്ച് ആ ബുക്കിലുണ്ട്, അമ്മയെ കുറിച്ചുണ്ട്, രണ്ടാമത്തെ അരുണിനെ കുറിച്ചുണ്ട്, ആദർശ് ചേട്ടനെ കുറിച്ച് ഒന്നും എഴുതിയിട്ടില്ലല്ലോ, പേര് പോലും ഇല്ലല്ലോ. എന്റെ മൂത്ത ചേട്ടൻ ആദർശ്. ഞാൻ ആലോചിച്ചപ്പോ സത്യമാണ്, എന്റെ മൂത്ത ചേട്ടനെ കുറിച്ച് ഒരു വാക്ക് പോലും ആ പുസ്തകത്തിലില്ല. ഒരിക്കലും പുറത്തിറങ്ങിയപ്പോ അയൽപക്കത്തുള്ളൊരു ടീച്ചർ, ഞാൻ മാത്സ് പഠിപ്പിച്ചൊന്നും നിനക്ക് എഴുതാൻ പറ്റിയില്ല. വേറെ കൂട്ടുകാർ ചോദിച്ചു, നിനക്ക് ഞാൻ പ്രൊജക്ട് ചെയ്യാൻ സഹായിച്ചൊന്നും ഒരു സഹായമായിരുന്നില്ലടാ. അവർക്ക് പോലും സങ്കടം. അപ്പോഴും നോക്കുമ്പോൾ സ്വന്തം ചേട്ടനെ കുറിച്ച് പരാമർശിച്ചിട്ടില്ല. എൻ്റെ മൂത്ത ചേട്ടൻ ആദർശ് ഒരിക്കൽ പോലും എന്നോട് എന്തേടാ നീ എന്നെ കുറിച്ചൊന്നും എഴുതാതിരുന്നത് എന്ന് ചോദിച്ചിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ടവർ, എൻ്റെ അടുത്തുള്ളവർ, നീ എന്ത് എൻ്റെ ബർത്ത്ഡേക്ക് പോസ്റ്റ് ഇടാന്ന് ചോദിച്ചാൽ എന്നെ ഒച്ചയെടുക്കുമ്പോൾ മൈ ഓൺ ബ്ലഡ് ജസ്റ്റ് അപ്രീഷിയേറ്റ് മീ ഫ്രം എ ഡിസ്റ്റൻസ് വിത്തൗട്ട് എനി കംപ്ലൈൻസ്. ആ മനുഷ്യന്റെ ഫേസ്ബുക്ക് പേജ് എടുത്ത് നോക്കിയാൽ ബറീഡ് തോട്ട്സ് ഇറങ്ങിയ സമയത്ത് ആ മനുഷ്യൻ ഇട്ടിരിക്കുന്ന ഷെയർ ചെയ്തിരിക്കുന്ന എല്ലാ പോസ്റ്റും മൈ ബ്രദേഴ്സ് ബുക്ക് സോൾഡ് 500 copies today. I bought my brother's book in New Indian Express. അതിലൊന്നും ആ മനുഷ്യനില്ല. ദൈവത്തിന്റെ ചാരന്മാര് അടുത്ത പുസ്തകം ഇറങ്ങാൻ പോണത് ഒരു ചാപ്റ്റർ മെയിൻ ആദർശിനെ കുറിച്ചിട്ടായിരുന്നു. ദൈവത്തിന്റെ ചാരന്മാർ ഇറങ്ങിയിട്ട് ഇന്നത്തേക്ക് 6 വർഷമായി. ഇതുവരെ പുള്ളി അതും വായിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് എത്ര പേർക്ക് പറ്റും എൻ്റെ ചേട്ടനെ പോലെ ചിന്തിക്കാം? നമുക്ക് ചിന്തിച്ച് നോക്കിക്കൂടെ? സ്നേഹം ബ്യൂട്ടിഫുൾ ആണ്.